السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. الحمد لله. ഇന്നലെ നമ്മൾ ഇന്നയുടെ സിസ്റ്റേഴ്സ് അല്ലെ, ഇന്ന വ അഖവാത്തുഹ, അതിനകത്ത് ലി അന്ന ലാക്കിന്ന അത് രണ്ടുമാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ നമുക്ക് എക്സാമ്പിൾസ് മാത്രം നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ഈസ് ദിസ് കമ്പനീസ് ഡയറക്ടർ, മലയാളം പറയാട്ടോ, ലീവിങ് ഇറ്റ് അല്ലെങ്കിൽ നമുക്ക് ഗോയിങ് ഫ്രം ഇറ്റ് എന്ന് പറയാം. ഈ കമ്പനിയുടെ ഡയറക്ടർ അതിൽ നിന്ന് പോവുകയാണോ? എഴുതിക്കോട്ടോ ഇതിന്റെ അറബി. തെറ്റിക്കോട്ടെ, എല്ലാരും എഴുതാം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നമ്മൾ പോകുന്നവനാണോ എന്നാണ് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെ എഴുതാം, പോകുന്നവനാണോ. ഒക്കാബുലറി ഒക്കെ ചെറുതായിട്ട് മറന്നുപോയിട്ടുണ്ടാവും, എഴുതുമ്പോൾ അങ്ങനെ വന്നോളുമായിരിക്കും അല്ലേ? ഡയറക്ടർ, മുദീർ, പോകുന്നവൻ, സാഹിബ്. അപ്പം എങ്ങനെയാ എഴുതാന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈസ്. അപ്പം നമുക്ക് എങ്ങനെ തുടങ്ങണം? ഹല്ലൽ അല്ലേ? ഹൽ. പിന്നെ ആരാണ്? ദിസ് കമ്പനീസ് ഡയറക്ടർ, ഈ കമ്പനിയുടെ ഡയറക്ടർ. മുദീറു ശരിക്കാണ് കമ്പനിയുടെ ഡയറക്ടർ അല്ലേ? ഇതില് ഈ കമ്പനിയുടെയാണ്, അതായത് മുദീറു ഷെരിക്ക എന്ന് പറയുമ്പോൾ മുദാഫ് ഇലേഹിക്കാണ് ഇസ്മു ഇഷാറ ഉള്ളത്. അപ്പം മുദീറു ഹാദിഹി ഷെരിക്കത്തി, മുദീറു ഹാദിഹി ഷെരിക്കത്തി. ദാഹിബുൻ, ഫ്രം ഇറ്റ്, മിൻ കമ്പനി സ്ത്രീലിംഗം. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ നോക്കാം. ഇസ് ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഹൽ ദിസ് കമ്പനീസ് ഡയറക്ടർ, കമ്പനീസ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ മുദീറു ഷെരിക്ക. ഇതിൽ കമ്പനിക്കാണ് എന്തുള്ളത്? ദിസ് ഉള്ളത് അല്ലെ, ഇസ്മു ഇഷാർ ഉള്ളത്. അപ്പൊ മുദീറു ഷെരിക്ക അത് മുദാഫി ഇലേഹിക്കാണ് ഇസ്മു ഇഷാർ ഉള്ളത്, അതുകൊണ്ട് ഇസ്മു ഇഷാറിനെ നടുവിൽ കയറ്റണം. ഇത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് ഹാദിഹി, മുദീറു ഹാദിഹി ഷെരിക്കത്തി ലീവിങ് ഓർ ഗോയിങ്. ഓക്കെ, ദാഹിബുൻ ഇത് ഡയറക്ടർ ആണ് അല്ലെ, പുല്ലിംഗ ഏകവചനം, അതുകൊണ്ട് ദാഹിബുൻ. ഫ്രം ഇറ്റ്, മിൻ ഹ, ഈ ഹ വന്നത് ശരിക്ക സ്ത്രീലിംഗ ഏകവചനം ആയതുകൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മാർക്ക് ചെയ്ത് വെക്കുക, കഴിയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിന്റെ ആൻസർ നോ, ഹി ഈസ് കമ്മിങ് ടു ദ കമ്പനി, ഹി ഈസ് കമ്മിങ്
to the company, but വരുമ്പം എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാലോ അല്ലേ? his mother is leaving it. Our mother is going from it. മലയാളത്തിൽ എഴുതുമ്പം അല്ല, അവൻ ദ കമ്പനിയാണ്, ആ കമ്പനിയിലേക്ക് വരുന്നവനാണ്, പക്ഷേ അവൻ്റെ ഉമ്മ അതിൽ നിന്ന് പോകുന്നവളാണ്. ഓക്കെ, എഴുതിക്കോ. No, he is coming to the company. Coming അറിയാലോ, ഖാദിമൻ. ബട്ട് ലാക്കിന്ന, ലാക്കിന്ന, വലാക്കിന്ന, ലക്കിൻ എന്നൊക്കെ എഴുതാം. ലാക്കിൻ അല്ല, അവൻ ആ കമ്പനിയിലേക്ക് വരുന്നവനാണ്, പക്ഷെ അവന്റെ ഉമ്മ അതിൽ നിന്ന് പോകുന്നവളാണ്. എഴുതി നോക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അല്ല, നോ, ല, ലെ. ഹി, ഹുവ, ഈസ് കമ്മിങ്, ഖാദിമുൻ, ഖാദിമുൻ വരുന്നവൻ, കമ്മിങ്, ഹുവ പുല്ലിംഗ ഏകവചനം ആയതുകൊണ്ട് ഖാദിമുൻ, ടു ദ കമ്പനി, ഇല അൽ ശരിക്കത്തി, ഇല ശരിക്കത്തി അല്ലെ, ഇല വന്നതുകൊണ്ട് ശരിക്കത്തിയായി. ബട്ട് വലാക്കിന്ന, വലാക്കിന്ന അല്ലെങ്കിൽ ലാക്കിന്ന എന്ന് എഴുതാം, പക്ഷെ പൊതുവെ സെന്റൻസ് കൂട്ടി എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വലാക്കിന്ന എന്ന് എഴുതുക. ഈ വാന് സെപ്പറേറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ല, ഇത് ഒന്നിച്ചാണ് ബട്ട് എന്ന് പറയുന്നത്. വലാക്കിന്ന ഹിസ് മദർ, ഹിസ് മദർ പറഞ്ഞാല് അവന്റെ ഉമ്മ എന്ന് പറഞ്ഞാല് ഉമ്മുഹു ആണ് അല്ലെ, ഉമ്മുഹു. പക്ഷെ വലാക്കിന്ന വന്നത് കൊണ്ട് ഇവിടെ ഉമ്മഹു എന്ന് എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, വലാക്കിന്ന ഉമ്മഹു. പിന്നെ ബാക്കി ഇസ് ഗോയിങ് ഫ്രം ഇറ്റ് അല്ലെ, ഗോയിങ് ദാഹിബുൻ ആണ്, ഉമ്മ ആയതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം ആയതുകൊണ്ട് ദാഹിബത്തുൻ മിൻഹ. ലാ ഹുവ ഖാദിമുൻ ഇല ശരിക്കത്തി വലാക്കിന്ന ഉമ്മഹു ദാഹിബത്തുൻ മിൻഹ. ഇതാരെങ്കിലും വലാക്കിൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വലാക്കിൻ ഉമ്മുഹു ദാഹിബത്തുൻ മിൻഹ. ഓക്കെ, വലാക്കിൻ വരുമ്പം നമുക്കറിയാം മൻസൂബ ആവൂല സബ്ജക്റ്റ് അല്ലെ. വലാക്കിൻ ഉമ്മുഹു ദാഹിബത്തുൻ മിൻഹ, വലാക്കിന്ന ഉമ്മഹു ദാഹിബത്തുൻ മിൻഹ. ചെറിയ വ്യത്യാസമാണ്, പക്ഷെ ശ്രദ്ധിക്കണം. ഇനി അടുത്തത്
Is the teacher an Emirati? Is the teacher female ആണ്. Teacher an Emirati. Okay. ഇതിന്റെ തൊട്ട് മുമ്പുള്ളതാണ് ഒന്നുകൂടെ പറയാൻ പറഞ്ഞേ. അതായത് നോ പറയുമ്പോൾ ല, ഹി, ഹുവ. ഈസ് കമ്മിങ്, ഈസ് നമ്മൾ എഴുതാറില്ല. കമ്മിങ് ഖാദിമുൻ. ഓക്കെ, പുല്ലിംഗ ഏകവചനത്തിന് ഖാദിമുൻ. ടു ഇല. ദ കമ്പനി അശ്ശരിക്കത്തി. അപ്പം ലാഹുവ ഖാദിമുൻ ഇല ശരിക്കത്തി. ബട്ട് പക്ഷേ, വലാക്കിന്ന. ഇവിടെ വലാക്കിന്ന വരാം, ലാക്കിന്ന വരാം, ലാക്കിൻ വരാം. ഓക്കെ, വലാക്കിന്ന ഹിസ് മദർ. ഹിസ് മദർ പറഞ്ഞാൽ ഉമ്മുഹു ആണ്, ഉമ്മുഹു ആണ്. പക്ഷെ വലാക്കിന്ന നമുക്കറിയാം ഇന്നയുടെ സിസ്റ്റർ ആണ്, അതുകൊണ്ട് ഉമ്മഹു. അത് ഉമ്മ എന്നുള്ളത് നസ്ബായി ഉമ്മഹു ആയി. ഈസ് ഗോയിങ്, ഈസ് എഴുതൂല. ദാഹിബത്തുൻ, ഇത് സ്ത്രീലിംഗ ഏകവചനാണ് ഉമ്മ, അതുകൊണ്ട് ദാഹിബത്തുൻ. ഫ്രം ഇറ്റ്, മിൻ ഹ. ഓക്കെ, ഈ ഹ എന്നുള്ളത് എന്താണ്, കമ്പനീനെ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ഹ വന്നത്, സ്ത്രീലിംഗ ഏകവചനം. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ വലാക്കിന്ന ആൻഡ് വലാക്കിൻ. ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ഫറ? വലാക്കിന്ന എന്ന് പറയുമ്പോൾ മീനിങ് സെയിം ആണ്. വലാക്കിന്ന ഇന്നയുടെ സിസ്റ്ററിന്റെ അതേ റൂളാണ്. അതിനുശേഷം വരുന്ന ഇസ്മ നസ്ബ് ചെയ്യപ്പെടും വലാക്കിൻ ആണെങ്കിൽ. വലാക്കിൻ ആണെങ്കിൽ നസ്ബ് ചെയ്യൂല, ഉമ്മുഹു എന്ന് തന്നെ വരും ഇവിടെ. ഓക്കെ, ഞാനതൊന്ന് എഴുതാം. ഓക്കെ, വലാക്കിൻ ആണെങ്കിൽ ഉമ്മുഹു. വലാക്കിന്റെ വേറൊരു പ്രത്യേകത, വലാക്കിന്നിന് ശേഷം വേർബ് വരാം. പക്ഷെ വലാക്കിന്നയുടെ ശേഷം വേർബ് വരൂല, ഇസ്മേ വരുള്ളൂ. വലാക്കിൻ ഖാനു അംഫുസഹും യദ്ലിമൂൻ, അതൊക്കെ വേർബ് വരുന്ന എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് ഹലിൽ, സോറി, ഇസ് ദ ഫീമെയിൽ ടീച്ചർ ആൻഡ് എമിറേറ്റി. ഇതിന് എഴുതിക്കോളാം എല്ലാവരും. മലയാളത്തില് ആ അധ്യാപിക ഒരു ആനുള്ളതാണ്. എമിറേറ്റിക്ക് മലയാളത്തിൽ എന്താ പറയാ? എമിറേറ്റി തന്നെ എഴുതട്ടെ ഞാൻ കേട്ടോ. എമിറേറ്റി ആണോ? ആ അധ്യാപിക ഒരു എമിറേറ്റി ആണോ? എഴുതിക്കോളാം. ഓക്കെ, ഈസ് ക്വസ്റ്റ്യൻ വേർഡ് ആണ് അല്ലെ? ആണോ എന്നുള്ള ചോദ്യം ഉള്ളത് കൊണ്ട് ഹൽ. ദ ഫീമെയിൽ ടീച്ചർ അൽ മുദരിസ അല്ലെ? അപ്പം ഹലിൽ ദ വന്നത് കൊണ്ട്, അൽ വന്നത് കൊണ്ടാണ് ഇത് ഹലിൽ എന്ന് ആവുന്നത്. ഹൽ പ്ലസ് അൽ, ഹലിൽ മുദരിസത്തു. ഹലിൽ മുദരിസത്തു ഇവിടെ മർഫു തന്നെയാണ്, അല്ലാതിരിക്കാൻ വേറെ കാരണമൊന്നുമില്ല. ഹൽ വരുമ്പം മർഫു തന്നെയാണ്. ആൻഡ് എമിറേറ്റി, ഒരു എമിറേറ്റി അല്ലെ? ഒരു എമിറേറ്റി. എമിറേറ്റ് നമുക്കറിയാം ഇമാറാത്തി, ഇമാറാത്തിയത്തു. ഓക്കെ, ഇമാറാത്തിയത്തുൻ എന്ന് വരും ആൻ ആയതുകൊണ്ട്. ഓക്കെ, ഹലിൽ മുദരിസത്തു ഇമാറാത്തിയത്തുൻ. ഇവിടെ അൽ വരാൻ പാടില്ല, ഒരു എന്നുള്ള ചോദ്യമാണ്. അപ്പം ഇമാറാത്തിയത്തുൻ, ഇമാറാത്തിയുൻ, ഇമാറാത്തിയത്തുൻ, കാരണം ഫീമെയിൽ ടീച്ചറാണ് അല്ലെ? എമിറേറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാറാത്തിയുൻ ആണ്, സ്ത്രീലിംഗ ഏകവചനം വന്നതുകൊണ്ട് ഇമാറാത്തിയത്തുൻ is the teacher and emirati. ഓക്കെ, അതൊക്കെ ആണല്ലോ അല്ലെ? അടുത്തതിലേക്ക് പോവാണേ ഇൻഷാ അല്ലാഹ്. അതിന്റെ ആൻസർ നോ,
She is from the Sudan. From Sudan or from the Sudan, രണ്ടും കറക്റ്റ് ആണ്. But she is a teacher in Abu Dhabi. But she is a teacher in അബുദാബി. അബുദാബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അബു ദോബി എന്ന് എഴുതാം. ഓക്കെ, ദോത്, തോന്റെ മേലെ കുത്തുള്ള ദോ. നോ, ഷീ ഈസ് ഫ്രം സുഡാൻ, ബട്ട് ഷീ ഈസ് എ ടീച്ചർ ഇൻ അബുദാബി. മലയാളത്തിൽ എഴുതാം, അല്ല അവൾ സുഡാനിൽ നിന്ന് ആണ്, പക്ഷേ അവൾ അബുദാബിയിൽ ഒരു അധ്യാപിക ആണ്. നോ, ഷീ ഈസ് ഫ്രം സുഡാൻ, ബട്ട് ഷീ ഈസ് എ ടീച്ചർ ഇൻ അബുദാബി. എഴുതിക്കോളാം, ഞാൻ എഴുതുന്നുണ്ട്, ഇങ്ങോട്ട് ആരും നോക്കണ്ട. ഓക്കെ, നോ. ഓക്കെ, ല. ഷീ നമുക്കറിയാം, ഹിയ അല്ലെ, സ്ത്രീലിംഗ ഏകവചനം, ദമീർ മുൻഫസിൽ, ഹിയ. ഫ്രം ദ സുഡാൻ, മിൻ അൽ സുഡാൻ, മിനസ്സൂദാനി. ഓക്കെ, മിനസ്സൂദാനി. സുഡാൻ പൊതുവെ അസുദാൻ എന്ന് തന്നെയാണ് എഴുതാറ്, അതുകൊണ്ട് ദ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അത് സുഡാൻ തന്നെയാണ്. ഓക്കെ, മിനസ്സൂദാനി. പക്ഷേ, വലാക്കിന്ന. ഓക്കെ, വലാക്കിന്ന, അവൾ. ഇവിടെ ദമീർ മുത്തസിലാണ്, ആ. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ എന്താണ് ഇറാബ് ചേഞ്ചിന് ഓപ്ഷൻ ഒന്നുമില്ല. ദമീർ അല്ലാത്തൊരു ഇസ്മ വരുമ്പം ഇവിടെ മൻസൂബാവുമായിരുന്നു. അപ്പം ദമീർ മുത്തസിലായതുകൊണ്ട് ഡയറക്റ്റ് വലാക്കിന്ന ഹ അല്ലെ, ഹ അവൾ. അബുദാബിയിൽ ഒരു അധ്യാപികയാണ്. നമുക്ക് ഇംഗ്ലീഷിലാണ് ഓർഡർ കറക്റ്റ് ആവുക. ബട്ട് ഷീ, ബട്ട് വലാക്കിന്ന ഷീ, ഹ, ഈസ് എഴുതൂല, എ ടീച്ചർ, മുദരിസത്തുൻ. ഓക്കെ, മുദരിസത്തുൻ ഇൻ അബുദാബി, ഫി അബുദാബി, അബുദാബി. ഓക്കെ, വലാകിന്നഹ മുദരിസത്തുൻ ഫി അബുദാബി, ലാ ഹിയ മിന സുദാനി, വലാകിന്നഹ മുദരിസത്തുൻ ഫി അബുദാബി. എന്തെങ്കിലും സംശയമുണ്ടോ? ഈ വാക്ക് അബുദാബി പുതിയ വാക്കാണ്. നമ്മൾ ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഒരു പുതിയ വാക്കൊക്കെ അങ്ങനെ പഠിച്ചു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊന്നും വേറെ ആയിട്ട് പഠിച്ചു വെക്കാനൊന്നും ഇല്ല, ഇൻഷാല്ലാ. പിന്നെ ഓക്കെ, ഓക്കെ, വലാക്കിന്ന ഹ അല്ലെ, വലാക്കിന്ന ഹാന് കാര്യത്തിൽ സംശയമൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലാക്കിന്നയുടെ കൂടെ ഇസ്മ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ആ ഇസ്മ ഇതാവും, മൻസൂബാവും. പക്ഷെ അതിന്റെ കൂടെ ദമീർ മുത്തസിലാണെങ്കിൽ അതിന് മാറ്റമൊന്നും വരൂല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Is that university classroom small?
ആ യൂണിവേഴ്സിറ്റി ക്ലാസ് മുറി ചെറുതാണോ? ഇവിടുത്തെ ആ എന്ന് പറയുന്നത് ഇസ്മു ഇഷാറയുടെ ആ ആണ്. ബ്രാക്കറ്റിൽ ഇല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് മഅരിഫയുടെ ആ ആയിരിക്കും. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ഇസ്മു ഇഷാറയുടെ ആ ആയിരിക്കും. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി ക്ലാസ് റൂം ചെറുത് ആണോ? എഴുതിക്കോളാം കേട്ടോ, ഇങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, ഈസ് അല്ലേ ക്വസ്റ്റ്യൻ ആണോ എന്ന് വന്നതുകൊണ്ട് ഹൽ. ദാറ്റ് യൂണിവേഴ്സിറ്റി ക്ലാസ് റൂം. യൂണിവേഴ്സിറ്റി ക്ലാസ് റൂം, ക്ലാസ് റൂം നമുക്കറിയാം ഫസ്ലാണ് അല്ലേ. യൂണിവേഴ്സിറ്റി ജാമ്യ. അപ്പം ഫസ്ലു ഇത് ക്ലാസ് റൂമിന്റെ വിശേഷണമാണ്, അതുകൊണ്ട് ഫസ്ലിന് ശേഷം വരും. ഫസ്ലു ജാമ്യായി അല്ലേ. ദാലിക്ക എന്ന് ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് അത് ഡെഫിനറ്റ് ആണ്. അപ്പം ദാറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് അത് ഡെഫിനറ്റ് ആണ്. അപ്പം അൽ ഫസ്ലുൽ ജാമ്യു, ജാമിഅത്ത്, ജാമിഅയ്യ്, ജാമിഅയ്യത്ത്. ഓക്കെ, നമുക്കറിയാം ഇസ്മുൻ നിസ്ബ. പെട്ടെന്ന് ഇസ്മുൻ നിസ്ബയാണ് ഉപയോഗിക്കേണ്ടതെന്നൊന്നും കത്തിന്ന് വരൂല. നമ്മൾ ഇതുപോലെ കുറെ എക്സാമ്പിൾസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പം എങ്ങനെയും ആക്കി എഴുതാൻ പറ്റും. ഇനി ഇതിനെ തന്നെ വേണമെങ്കിൽ ഇദാഫയാക്കിയിട്ടും എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇസ്മുൻ നിസ്ബ എടുത്തിട്ട് പോവാം. ഹൽ ദാലിക്കൽ ഫസ്ലു അൽ ജാമിഉ, എന്താണ് ക്വസ്റ്റ്യൻ അല്ലേ, സഗീറുൻ ചെറുത് ആണോ. അപ്പം ഇവിടെ ഫസ്ലിന്റെ വിശേഷണമാണ് ജാമ്യ. ഓക്കെ, ക്ലാസ് റൂമിന്റെ വിശേഷണമാണ് യൂണിവേഴ്സിറ്റി. പക്ഷേ ഈ സ്മോൾ എന്നുള്ളത് വിശേഷണമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് അൽ കൊടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് അൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെന്റൻസ് കംപ്ലീറ്റ് ആവൂല. ഇത് ഖബർ പാർട്ടാണ് അല്ലെ, സ്മോൾ ചെറുതാണോ എന്നുള്ളത്. അതുകൊണ്ട് ഇത് അൽ ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ ഇതിന് മാച്ച് ചെയ്തിട്ട് പുല്ലിംഗ, ഏകവചനം, മർഫു ഒക്കെ ഇതിന് മാച്ച് ചെയ്തിട്ടായിരിക്കണം. ഹൽ ذلك الفصل الجامعي صغير. هل ذلك الفصل الجامعي صغير. അടുത്തത് അതിന്റെ ആൻസർ എന്താന്ന് വെച്ചാൽ യെസ്, ഇറ്റ് ഈസ് സ്മോൾ ബട്ട് ഈസ് it is in a big university. In a big university. അതേ അത് ചെറുതാണ്. ഈ അതൊക്കെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കണേ. ചെറുതാണ് പക്ഷേ അത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ ആണ്. ഓക്കെ, അതേ അത് ചെറുതാണ് പക്ഷേ അത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ ആണ്. എഴുതിക്കോളാം.
ഓക്കെ. യെസ്. അതെ ല്ലേ? നഅം. അത്. ഹുവ. ഇവിടെ എന്താണ് അത്? ക്ലാസ് റൂമാണ് അല്ലേ? ക്ലാസ് റൂമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. യൂണിവേഴ്സിറ്റി ക്ലാസ് റൂം ചെറുതാണോ? അൽ ഫസൽ. പുല്ലിംഗ ഏകവചനം. അതുകൊണ്ട് ഹുവ. എന്തിനെ കുറിച്ചാണ് എഴുതുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം ഇവിടെ ഹുവ ആണോ ഹി ആണോ തീരുമാനിക്കാൻ. ഓക്കെ. അത് ഹുവ ചെറുതാണ്. സഗീറൻ. പക്ഷേ ലാക്കിന്ന വലാക്കിന്ന ലക്കിൻ എന്താണ് ഇത്? ലക്കിൻ പക്ഷെ ദമീർ മുത്തസില് ആവുമ്പോ വരൂല. ഓക്കെ. ലാക്കിന്ന ഹു. പക്ഷേ അത്. പക്ഷേ അത്. ഇത് ഫറ ഈ മുമ്പ് എഴുതിയ ജാമ്യനെ കുറിച്ചാണോ ചോദിച്ചത്? മുമ്പുള്ള സെന്റൻസിൽ, അതായത് ഇവിടെ നമ്മൾ ഇസ്മുൻ നിസ്ബ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാണ് അല്ലെ. ജാമി അത്തുൻ അതിന് താ മാറ്റിയിട്ടാണ് ഇസ്മുൻ നിസ്ബ ഡിറൈവ് ചെയ്യുക. അതിന്റെ കൂടെ യാ ആഡ് ചെയ്തിട്ട്. ഓക്കെ. അപ്പൊ ജാമി അയ്യ എന്നായി മാറും. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഫീമെയിൽ ആയിരുന്നെങ്കിൽ ഈ ഇസ്മുൻ നിസ്ബയും ഫീമെയിൽ ആയിട്ട് യൂസ് ചെയ്യണം. ജാമി അയ്യത്തു എന്ന് ആക്കി മാറ്റണം. ആ ഇസ്മുൻ നിസ്ബയുടെ ഇത് നോക്കിയാൽ അറിയാം. അതായത് ഏതൊരു വാക്കിൽ നിന്നും മെയിൽ ആയതും ഫീമെയിൽ ആയതുമായിട്ടുള്ള വാക്കിൽ നിന്നും നമുക്ക് ഇസ്മുൻ നിസ്ബ ഡിറൈവ് ചെയ്യാൻ പറ്റും. അതിന് മെയിലാക്കി ഡിറൈവ് ചെയ്യണമെങ്കിൽ ഇയ് എന്ന് ആഡ് ചെയ്യും. ഫീമെയിൽ ആയിട്ടാണെങ്കിൽ ഇയത്ത് എന്ന് ആഡ് ചെയ്യും. അതേപോലെ പ്ലൂരലും ആഡ് ചെയ്യാൻ പറ്റും. ഇയൂന ഇയാത്ത് എന്ന്. ഓക്കെ. അപ്പൊ ഇവിടെ ഫസ്ലിന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ മെയിൽ ആയിട്ടാണ് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നത്. ജാമ്യത്ത് ആക്ച്വലി ഫീമെയിൽ വാക്കാണ്. ഓക്കെ. ജാമ്യ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഫീമെയിൽ വാക്കാണ്. ഇസ്മുൻ നിസ്ബയാണ് ഇവിടെ. ഓക്കെ. ഇതൊരു അഡ്ജക്റ്റീവ് ആണ്. ഇതിന് മാച്ച് ആയിട്ട് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നമ്മൾ ഇസ്മുൻ നിസ്ബയുടെ സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഅം ഹുവ സഗീറുൻ ലക്കിന്നഹു ഫി ജാമിഅത്തിൻ കബീറത്തിൻ. ലാക്കിന്നഹു പക്ഷേ അത്. ഓക്കെ. ലാക്കിന്നഹു പക്ഷേ അത്. ഓക്കെ. ഇത് വെച്ച് പോവാം. ബട്ട് ഇറ്റ് ഈസ് ഇൻ എ ബിഗ് യൂണിവേഴ്സിറ്റി. ഇൻ ഫി യൂണിവേഴ്സിറ്റിന്റെ വിശേഷണമാണ് ബിഗ്. ഓക്കെ. യൂണിവേഴ്സിറ്റി ജാമ്യഅത്ത്, ബിഗ് കബീറത്ത് അല്ലെ. ജാമ്യഅത്തിന് മാച്ച് ആയിട്ട് വേണം വിശേഷണം എഴുതാൻ. അപ്പോൾ ഫീ വന്നത് കൊണ്ട് ജാമ്യഅത്തിൻ കബീറത്തിൻ. എ ആയതുകൊണ്ടാണ് അൽ ഇല്ലാത്തത്. ഓക്കെ. ഫിൽ ജാമ്യത്തിൽ കബീറത്തി എന്ന് വന്നേനെ ദ ആണെങ്കിൽ. ഓക്കെ. ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എ വന്നതുകൊണ്ടാണ് ജാമ്യഅത്തിൻ തൻവീൻ ഇട്ട് എഴുതിയത്. ഫീ വന്നതുകൊണ്ടാണ് മജറൂർ ആയത്. പിന്നെ ജാമ്യ എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനം, അതിന് മാച്ചിങ് ആയിട്ട് കബീറത്ത് എന്ന് എഴുതിയതാണ്. ഓക്കെ അല്ലേ? ഇൻഷാല്ലാ. ഇനി അടുത്തത്. Is the daughter of the school's principal sitting in your house? Is the daughter of the school's principal, മലയാളത്തിൽ എഴുതാട്ടോ, sitting in your house? Is the daughter of the school's principal sitting in your house? ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിൻ്റെ മകൾ ഇൻ യോർ ഹൗസ്. നിന്റെ, ഇവിടെ മെയിലാണ്, മെയിൽ സിംഗുലർ ആണ്. നിന്റെ വീട്ടിൽ സിറ്റിംഗ് ഇരിക്കുന്നവളാണോ?
ആ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ മകൾ നിന്റെ വീട്ടിൽ ഇരിക്കുന്നവളാണോ? ഇസ് ദ ഡോട്ടർ ഓഫ് ദ സ്കൂൾസ് പ്രിൻസിപ്പൽ സിറ്റിംഗ് ഇൻ യുവർ ഹൗസ്? ഇമെയിൽ എന്ന് എഴുതിയത് അത് കാണോ കുമ്മാണോ കീ ആണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എഴുതാം, ഞാനും എഴുതാണ്. ഡോട്ടർ എന്ന് പറയുമ്പോൾ ബിന്തും ഇബ്നത്തും ഉപയോഗിക്കാം കേട്ടോ. ഹലിബ്നത്തു മുദീറിൽ മദ്രസത്തി ജാലിസത്തുൻ ഫി ബൈത്തിക. ഹൽ, ഓക്കെ. ഈസ് ക്വസ്റ്റ്യൻ അല്ലേ, ആണോ? അപ്പം ഹൽ. ദ ഡോട്ടർ ഓഫ് ദ സ്കൂൾസ് പ്രിൻസിപ്പൽ. അപ്പം 3 ഡബിൾ ഇദാഫയുണ്ട്. ഡോട്ടർ ഓഫ് ദി സ്കൂൾസ് പ്രിൻസിപ്പൽ. അപ്പം സ്കൂള്, പ്രിൻസിപ്പൽ, ഡോക്ടർ, ആ ഒരു ഓർഡറിൽ വേണം എഴുതാൻ. ഇബ്നത്തു അല്ലെങ്കിൽ ബിന്തു. ഓക്കെ. ബിന്തു മുദീരിൽ മദ്രസത്തി. ദ ഉണ്ട്, അതുകൊണ്ടാണ് അൽ മദ്രസത്തി ആകുന്നത്. ഓക്കെ. അല്ലെങ്കിൽ എന്താവും, ബിന്തു മുദീരി മദ്രസത്തിൻ എന്ന് വന്നേനെ. അപ്പം ആ ഉണ്ട്, ദ ഉണ്ട്, അതുകൊണ്ടാണ് അൽ മദ്രസത്തി വന്നത്. അപ്പം ഇബ്നത്തു മുദീരി മദ്രസത്തി, മുദീരിൽ മദ്രസത്തി, ഇബ്നത്തു അല്ലെങ്കിൽ ബിന്തു. അപ്പം ഹൽ ബിന്തു അല്ലെങ്കിൽ ഹൽ ഇബ്നത്തു മുദീരിൽ മദ്രസത്തി സിറ്റിംഗ് ജാലിസത്തുൻ, കാരണം ഇബ്നത്താണ് അല്ലെ, സ്ത്രീലിംഗ ഏകവചനം. ജാലിസത്തുൻ ഇൻ യോർ ഹൗസ് ഫി ബൈത്തിക. അത് മെയിൽ ആയതുകൊണ്ട്, മെയിൽ സിംഗുലർ ആയതുകൊണ്ടാണ് ബൈത്തിക. അതല്ലെങ്കിൽ ഫീമെയിൽ സിംഗുലർ ആണെങ്കിൽ ബൈത്തിക്കി അല്ലെങ്കിൽ ബൈത്തിക്കും എന്നൊക്കെ വന്നേനെ. അപ്പം ഹലിബ്നത്തു മുദീരിൽ മദ്രസത്തി ജാലിസത്തുൻ ഫി ബൈത്തിക. ഓക്കെ ആണോ? അതിന്റെ ആൻസർ നോ. The principal of the school is sitting in my home but his daughter is sitting in this house. But അല്ല, ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവനാണ്, പക്ഷേ അവൻ്റെ, പ്രിൻസിപ്പലിനെ നമ്മൾ അവൻ്റെ എന്നൊന്നും പറയൂല, പക്ഷെ ഹൂ വരാൻ വേണ്ടിയിട്ട്, അവരുടെ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ്. പക്ഷെ അവൻ്റെ മകൾ ഈ വീട്ടിൽ ഇരിക്കുന്നവളാണ്. പ്രശ്നങ്ങളുണ്ട്. നോ, അല്ല. ദ പ്രിൻസിപ്പൽ ഓഫ് ദ സ്കൂൾ ഇസ് സിറ്റിംഗ് ഇൻ മൈ ഹോം. ആ സ്കൂളിന്റെ, ദ ഉണ്ട് കേട്ടോ, ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ എൻ്റെ വീട്ടിലിരിക്കുന്നവനാണ്, പക്ഷേ അവൻ്റെ മകൾ
ഈ വീട്ടിൽ ഇരിക്കുന്നവളാണ്. എപ്പോഴും ഈ ഇസ്മു ഇഷാറ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ഇസ്മ, അതായത് അതിനോട് ചേർന്ന് വരുന്ന ഇസ്മ, ഈ വീട്, ആ വീട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മാരിഫ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നോൺ ആയിരിക്കും, ദ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ വേറെ തന്നെ എഴുതിയിട്ടില്ലെങ്കിലും. എന്നാൽ ഇത് ഒരു വീടാണ് എന്ന് പറയാം. പക്ഷെ ഈ വീട് എന്ന് പറയുമ്പോൾ അത് മാരിഫ ആയിരിക്കും. എഴുതാൻ ഞാനും എഴുതുന്നുണ്ട്, നോക്കണ്ട ഇങ്ങോട്ട്. ഓക്കെ, ഇവിടെ ഒരു വാക്ക് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സെന്റൻസ് എഴുതിയപ്പം. നോ ഇൻഡീഡ് ഉണ്ട്, നിശ്ചയമായും. ഓക്കെ, ഇൻഡീഡ്, ഇവിടെ നിശ്ചയമായും. ഇൻഡീഡ് ദ പ്രിൻസിപ്പൽ ഓഫ് ദ സ്കൂൾ ഇസ് സിറ്റിംഗ് ഇൻ മൈ ഹോം. അല്ല, നിശ്ചയമായും ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവനാണ്. അപ്പം ആ വാക്ക് മിസ്സാക്കേണ്ട എഴുതാം. അപ്പം നോ, അല്ല, ല, അല്ലേ, അല്ല, നിശ്ചയമായും, ഇൻഡീഡ്, ഇന്ന, ദ പ്രിൻസിപ്പൽ ഓഫ് ദ സ്കൂൾ, മുദീറുൽ മദ്രസത്തിയാണ്. ഇവിടെ ഇന്ന വന്നതുകൊണ്ട് മുദീറൽ മദ്രസത്തി. ഓക്കെ, ഇന്ന മുദീറൽ മദ്രസത്തി. ദ ഉണ്ട് അല്ലെ, ദ പ്രിൻസിപ്പൽ ആണ്, ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആണ്. അതുകൊണ്ട് അൽ മദ്രസത്തി വേണം, മുദീറ മദ്രസത്തിൻ എന്ന് പറയാൻ പറ്റൂല. അപ്പം ഇന്ന മുദീറൽ മദ്രസത്തി ഈ സിറ്റിംഗ്, ഇരിക്കുന്നവനാണ്. ജാലിസുൻ പുല്ലിംഗ ഏകവചനാണ് മുദീർ. ഓക്കെ, പിന്നെന്താണ്, ഇൻ മൈ ഹോം, എൻ്റെ വീട്ടിൽ. ഫീ ബൈത്തി, കഷ്ണം കഷ്ണം എഴുതുമ്പോൾ ഈസി ആണ് ആക്ച്വലി. നമുക്ക് മൊത്തത്തിൽ സെന്റൻസ് വിചാരിക്കുമ്പോഴാണ് ഒരു ബേജാറ് വരിക. ഓരോ പീസായിട്ട് എടുക്കുമ്പോൾ ശരിക്കും എളുപ്പം എഴുതാൻ. അപ്പം ല ഇന്ന മുദീറൽ മദ്രസത്തി ജാലിസുൻ ഫീ ബൈത്തി. പിന്നെന്താണ്, പക്ഷേ അവന്റെ മകൾ ഈ വീട്ടിലിരിക്കുന്നവളാണ്. പക്ഷേ ലാക്കിന്ന, ലാക്കിന്ന എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ലക്കിന്ന് എഴുതണമെങ്കിൽ എഴുതാം, പക്ഷെ ലക്കിന്ന് എഴുതുമ്പം അടുത്തത് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ലാക്കിന്ന എഴുതിയിട്ടുണ്ട്, പക്ഷേ അവന്റെ മകൾ ബിന്തുഹു, അവന്റെ മകൾ ബിന്തുഹു, പക്ഷെ ലാക്കിന്ന വന്നത് ബിന്തഹു. ലക്കിൻ ആയിരുന്നെങ്കിൽ ബിന്തുഹു. ഓക്കെ, ലാക്കിൻ, എനിക്ക് ഇത് നീളം കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ട് പറയുമ്പോൾ. ലാക്കിന്ന ബിന്തഹു, ലാക്കിൻ ബിന്തുഹു. ഓക്കെ, ലാക്കിന്ന ബിന്തഹു, ലാക്കിൻ ബിന്തുഹു. സ്ത്രീലിംഗ ഏകവചനം ജാലിസത്തു അല്ലെ, ഈ സിറ്റിംഗ്, ഇരിക്കുന്നവളാണ്. ഈ സിറ്റിംഗ്, ജാലിസത്തുൻ ഈ സിറ്റിംഗ് അല്ലെ, അവള് സ്ത്രീലിംഗ ഏകവചനാണ്, ഇരിക്കുന്നവളാണ്. എവിടെയാണ്? ഈ വീട്ടിലാണ്. അപ്പം ബൈത്ത്, ബൈത്ത് വീട്. ഈ എന്ന് പറയുമ്പം പുല്ലിംഗ ഏകവചനം ഹാദ. അപ്പം ഫീ ഹാദൽ
ബൈത്തി. ഫീ വന്നതുകൊണ്ട് ബൈത്തി, ഫീ വന്നതുകൊണ്ട് ഹാദക്ക് എറാബിന് ചേഞ്ച് ഒന്നും വരില്ല. ഇസ്മു ഇഷാറക്ക് എറാബിന് ചേഞ്ച് ഒന്നും വരില്ല. അപ്പം ഫീ ഹാദൽ ബൈത്തി. ഓക്കെ, ഇനിയും ഒരു 5-8 സെന്റൻസ് ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇനിയുള്ളത് നമ്മളുടെ ലി അന്നയാണ്, ബിക്കോസ്. അപ്പം അതിന് 1-2 എഴുതിയിട്ട് ബാക്കി ഞാൻ മുമ്പ് തരുന്ന പോലെ സെന്റൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. എന്നിട്ട് നാളെ ഗ്രൂപ്പിൽ അതിന്റെ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാം. അപ്പം സാമ്പിൾ എഴുതാം ആദ്യം. ക്വസ്റ്റ്യൻ: വൈ ഈസ് ദാറ്റ് സൺ ഓഫ് യുവേഴ്സ് ഇൻ യുവർ ഹോം? വൈ ഈസ് that son of yours in your home? നിന്റെ ആ മകൻ എന്തുകൊണ്ടാണ് നിന്റെ വീട്ടിൽ? സുബ്ഹാനല്ലാഹ്, എന്തൊരു ചോദ്യം. നിന്റെ ആ മകൻ. ഓക്കെ, ആ മകൻ എന്ന് പറയുന്നത് ഇസ്മു ഇഷാറയുടെ ആ ആണ്. ഓക്കെ, മാരിഫയുടെ ആ അല്ല. ആ മകൻ എന്ന് ചോദിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ മകൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇന്ന മോനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത്. നിന്റെ മകൻ ഇതിന്റെ ഓർഡർ എഴുതുമ്പോൾ എന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ടേ. വൈ ഈസ് ദാറ്റ് സൺ ഓഫ് യോഴ്സ് ഇൻ യുവർ ഹോം? എന്തുകൊണ്ടാണ് നിന്റെ വീട്ടിൽ? നിന്റെ വീട്ടിൽ എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങ് എഴുതുകയാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൈന്റെ വാക്ക് ഓർമ്മയുണ്ടോ? ലിമാദ. ഓക്കെ, ലിമാദ. അപ്പം വൈ ഇസ് ദാറ്റ് സൺ ഓഫ് യോഴ്സ് ഇൻ യുവർ ഹോം? നിന്റെ ആ മകൻ എന്തുകൊണ്ടാണ് നിന്റെ വീട്ടിൽ? ഞാൻ എഴുതാണ്, നിങ്ങളും എഴുതിക്കോ. ഓക്കെ, വൈ എന്തുകൊണ്ട്. ലി മാത ഇസ് എഴുതണ്ട. ദാറ്റ് സൺ ഓഫ് യോഴ്സ് നിന്റെ മകൻ. ഇബ്നുക. ഓക്കെ, നിന്റെ മകൻ ഇബ്നുക. ഇവിടെ സോറി, ഇത് ഹംസത്തുൽ വസ്ലാണ്. ലിമാദ നിന്റെ മകൻ ഇബ്നുക. അപ്പം ലിമാദ ബനുക ദാറ്റ്, അല്ലേ, ആ മകൻ, നിന്റെ ആ മകൻ. അപ്പം ഇവിടെ ഒരു ഇദാഫ പോലെ തന്നെയാണ്. ദമീർ മുത്തസിലുള്ള ഇദാഫയാണ്. അപ്പം ഇവിടെ ഈ അതായത് നമ്മൾ സാധാരണ ഇദാഫ എഴുതുമ്പോൾ മുദാഫ് മുദാഫ് ഇലൈഹിയില് മുദാഫിനെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇസ്മു ഇഷാറ അവസാനമാണ് ഇടുക, അല്ലെ. മുദാഫ് ഇലൈഹിനെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടെങ്കിൽ ഇസ്മു ഇഷാറ നടുവിൽ കയറ്റും. ഇവിടെ ദമീർ മുത്തസിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുദാഫിനെ ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് ഇവിടെയാണ് വരാം. ഓക്കെ, ഇബ്നുക ദാലിക നിന്റെ ആ മകൻ. വൈ ഈസ് ദാറ്റ് സൺ ഓഫ് യോഴ്സ് ഇൻ യുവർ ഹോം? ഫീ ബൈത്തിക. ലിമാദ ഇബ്നുക ദാലിക ഫീ ബൈത്തിക. ലിമാദ ഇബ്നു ദാലിക ഫീ ബൈത്തിക. ഇബ്നുക ദാലിക ഫീ ബൈത്തിക. നമ്മൾ ഇതുപോലെ സെന്റൻസ് ഒന്നും പൊതുവെ മലയാളത്തിലൊന്നും ചോദിക്കൂല. പിന്നെ ഇത് അറബിയിലായതുകൊണ്ട് എന്തോ ആവാലോ. ആൻസർ: ഹി ഈസ് at home because he is very young. അല്ലേ, because ലിഅന്ന.
അവൻ വീട്ടിലാണ്, കാരണം അവൻ വളരെ ചെറുതാണ്. ഓക്കെ, കാരണം ബിക്കോസ്. എഴുതി നോക്കുക. അവൻ അല്ലേ, ഹി അറിയുമ്പം ഹുവ. ഹി ഈസ് അറ്റ് ഹോം അല്ലെങ്കിൽ ഹി ഈസ് ഇൻ ദ ഹൗസ് എന്നും എഴുതാട്ടോ. ഈ അറ്റ് ഹോം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ വളരെ ഈസി ആയിട്ട് എഴുതുന്ന ഒരു കാര്യമാണ്. കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇൻ ദ ഹൗസ് എന്ന് എഴുതാം ഞാൻ. ഇൻ ദ ഹോം അല്ലെങ്കിൽ ഇൻ ദ ഹൗസ്. അപ്പം അവൻ വീട്ടിൽ ആണ്. അപ്പോൾ ഫിൽ ബൈത്തി. ഓക്കെ, ഇൻ ദ ഹോം ഫിൽ ബൈത്തി. ലി അന്ന ബിക്കോസ്, ലി അന്ന ഹി ഹു. ഓക്കെ, ലി അന്ന പ്ലസ് ദൊമീർ മുത്തസിലാണ് ഹി. അപ്പം ലി അന്ന ഹു ഇസ് വെരി യങ്. ഇസ് വേണ്ട, യങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെറുതാണെന്നാ പറയുന്നത്. ഓക്കെ, സഗീറുൻ ജിദ്ദൻ. ഓക്കെ, വളരെ. ജിദ്ദൻ, ജിദ്ദൻ നമുക്കറിയാം ഫിക്സഡ് ആണ്, അതിന് എറാഫിന് ചേഞ്ച് ഒന്നും വരൂല. അപ്പം ലി അന്നഹു സഗീറുൻ ജിദ്ദൻ, ലി അന്നഹു സഗീറുൻ ജിദ്ദൻ. ഇനി ബാക്കിയുള്ളത് ഹോംവർക്ക് ആക്കിയിട്ട് തരാം. ഓക്കെ, അപ്പം ലി അന്ന, സോയിറുൻ, കാരണം ലി അന്നയുടെ സബ്ജക്റ്റ് ആണല്ലോ ഇതാവുന്നുള്ളൂ, മൻസൂബാവുന്നുള്ളൂ. ലി അന്ന ഹു സോയിറുൻ ജിദ്ദൻ. സോയിറൻ അല്ലല്ലോ എന്നാണോ ചോദിച്ചത്? അല്ല, അങ്ങനെ തന്നെ ചോദിച്ചത്. ഓക്കെ, ലി അന്നഹു സഗീറുൻ ജിദ്ദൻ. അപ്പൊ ലി അന്ന വരുമ്പം ഈ കാര്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. ലാക്കിന്ന പോലെ തന്നെ ലി അന്നയ്ക്ക് ശേഷം വരുന്നത് ഇസ്മാണെങ്കിൽ, അതായത് ദൊമീർ അല്ലാത്ത ഇസ്മാണെങ്കിൽ അതിനെ മൻസൂബാക്കും. ദൊമീർ ആണെങ്കിൽ നമ്മൾ അങ്ങനെ അറ്റാച്ച് ചെയ്ത് എഴുതും. അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഒരു 5 or 6 സെന്റൻസ് ഉണ്ട്. 6 ഇല്ലാന്ന് തോന്നുന്നു. 1 2 3 4 5 6 സെന്റൻസ് ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ ഇംഗ്ലീഷും മലയാളവും എഴുതി തരാം. എന്നിട്ട് അതിന്റെ അറബി എഴുതാൻ നോക്കുക. നാളെ എങ്ങാനും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ആൻസേഴ്സ് നോക്കുക. അപ്പം അടുത്ത ഫ്രൈഡേക്കുള്ള ടെസ്റ്റിന് ഒരു പ്രാക്ടീസും ആവും. ഇൻഷാല്ല ഫ്രൈഡേ ഒരു ചെറിയ ക്ലാസ് ടെസ്റ്റ് പോലെ ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ഇട്ടുള്ള ഒരു ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, ഇൻഷാല്ല. الحمد لله. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.